ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ വിരാട് കോഹ്ലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. വിരാട്, എൻ്റെ അടുത്ത് ദാ ഈ ഫോട്ടോ ഉണ്ട്. ഇതിന്റെ ടൈറ്റിൽ കോഹ്ലിക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പെണ്ണ്. ഇത് ഫെബ്രുവരി 2012 വന്ന ഫോട്ടോയാണ്. ഒരു പെൺകുട്ടി താങ്കളുടെ ഫോട്ടോ വെച്ച് മൈതാനത്തിൽ ഇരിക്കുകയാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഓഫർ സ്റ്റിൽ സ്റ്റാൻഡ്സ്, കോഹ്ലി മൈ പ്ലേസ് ടു നൈറ്റ്. രാത്രി വീട്ടിലേക്ക് വിളിച്ചോണ്ടുള്ള എഴുത്തല്ലേ അത്? സാർ, ഞാൻ എഴുത്ത് കണ്ടു, പക്ഷെ അത്ര ഈ കെയർ ചെയ്തില്ല. ചിലരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇല്ല സാർ, എനിക്ക് അതുപോലത്തെ ഇൻറ്റൻഷൻ ഒന്നുമില്ല. സ്റ്റൈലെന്ന് വെച്ചാൽ നമ്മളൊരു പക്ഷെ നല്ലോണം കളിക്കുവാണെങ്കിൽ നമ്മൾ സെൻസോട് കൂടി എന്തെങ്കിലും ചെയ്താൽ അതിനെ സ്റ്റൈലെന്ന് പറയും. അതിലെൻ്റെ എഫക്റ്റ് ഒന്നുമില്ല. അത്രയ്ക്ക് സ്റ്റൈലിഷ് ആവണമെന്നുമില്ല. താങ്കൾ മോസ്റ്റ് സെക്സി ബാച്ചലർ എന്നുള്ള ഒരു ബുക്ക് നൽകിയിരിക്കുകയാണ്. സാർ, അത് ജനങ്ങളാണ് തരുന്നത്. അതെന്തിനാ തരുന്നത് അവരോടാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ താങ്കളുടെ സ്റ്റൈല് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഈ ടാറ്റു കണ്ടുകൊണ്ട് ജനങ്ങൾ നൽകിയതായിരിക്കും. അതെ, ഞാനിതിനു മുമ്പ് ടാറ്റു ഇടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എടുക്കാൻ കഴിയില്ലല്ലോ. സോ ജനങ്ങളിത് എൻ്റെ സ്റ്റൈലെന്നാണ് പറയുക. താങ്കൾക്ക് 17 വയസ്സുള്ള സമയത്ത് താങ്കൾ ആദ്യമായിട്ട് ടാറ്റു ഇട്ടപ്പോൾ താങ്കളുടെ കോച്ചിൻ്റെ അടുത്തുനിന്ന് ശരിക്കും വഴക്ക് കേട്ടെന്ന് കേട്ടു. അതെ, നല്ലോണം വഴക്ക് കേട്ടു. പിന്നെ ഞാൻ സമ്മറിൽ ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇടാറുള്ളത്. ടാറ്റു പുറത്ത് കാണാൻ പാടില്ലല്ലോ. സോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു ടാറ്റുവും കൂടി ഇടാൻ പോവുകയാണ് എന്ന്. ഞാനിത് എപ്പോഴോ ചോദിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ചോദിച്ചു. സോ പിന്നീട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ആദ്യം മാച്ച് കളിക്കാം, അത് നല്ലോണം പെർഫോം ചെയ്യ്, പിന്നെ ടാറ്റു കുത്തിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ പെർഫോം ചെയ്ത് പിന്നെ ടാറ്റു കുത്തി ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു, നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ടാറ്റു ഉപയോഗിച്ചോളൂ എന്ന്. കണ്ടീഷനൊന്നുമില്ല. പിന്നെ അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടത്തെ ഭാഗത്തെ കയ്യിലും ഞാനൊരു വലിയ ടാറ്റു കുത്തിയത്. സോ അതിനുശേഷം എൻ്റെ പെർഫോമൻസ് ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിരുന്നു. സോ ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇത് വളരെ വലുതാണ്, അതുകൊണ്ട് ഞാൻ ലേസർ ചെയ്ത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ലേസർ റിമൂവൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇത് എടുക്കേണ്ട എന്ന്. ഇപ്പം നല്ല പെർഫോമൻസ് കൊള്ളാം, അതുകൊണ്ട് ടാറ്റു അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. സോ ഞാൻ പിന്നീട് അത് ഇങ്ങനെ തന്നെ വിടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരീരം മുഴുവനും ടാറ്റു കാണേണ്ടതല്ലേ? എന്നാൽ അത് ഗജിനിയെ പോലെ ആവും. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞോ സ്റ്റൈലൊക്കെ കളഞ്ഞിട്ട് കളിയിൽ ശ്രദ്ധ കൊടുക്കണമെന്ന്? അതെ സാർ, തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞു ഞാൻ വളരെ ഡിസ്ട്രാക്റ്റ് ആയി എന്ന്. IPL ശേഷം ഫസ്റ്റ് എഡിഷനിൽ ഞങ്ങൾ വേൾഡ് കപ്പിന് ശേഷം റിട്ടേൺ ആയി. അതിനുശേഷം എനിക്ക് എല്ലാ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനോടൊപ്പം കളിക്കാൻ പറ്റി. പിന്നീട് എല്ലാ ടീംസും നല്ലൊരു അറ്റൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്നെക്കൊണ്ട് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാനിത് ഇനീഷ്യലി ഫേസ് ചെയ്തു. അത് കാരണം ഞാൻ ടീമിൽ നിന്ന് കുറച്ച് ദിവസം പുറത്തായിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ വിട്ടേക്കെന്ന്. ഫീൽഡിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യ്, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ ഹെയർ സ്റ്റൈൽ സ്പൈക്ക് സ്റ്റൈലും അപ്പോഴാണോ കിട്ടിയത്? അല്ല സാർ, തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് മാറ്റുകയും ചെയ്യും. ഞാൻ പല പ്ലേയേഴ്സിനെയും കണ്ടിട്ടുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്റ്റൈൽ മാറ്റിക്കൊണ്ടേയിരിക്കും. സച്ചിൻ തെണ്ടുൽക്കറും ഇടയ്ക്ക് ഹെയർ സ്റ്റൈൽ മാറ്റിയിരുന്നു. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ മുടി വളർത്തിയിരുന്നു. അത് നല്ലോണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല സാർ. സൗരവ് ഗാംഗുലി ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് വളരെ വിചിത്രമായിരുന്നു. ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സാർ. അപ്പോൾ ധോണി അദ്ദേഹത്തിൻ്റെ ലോങ് ഹെയർ കട്ട് ചെയ്ത് ചെറുതാക്കി, അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ഇറിറ്റേറ്റായി. കളിക്കുമ്പോൾ ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹം ഹെയർ കട്ട് ചെയ്തപ്പോൾ ബോംബെയിൽ ലോക്കൽ റോഡിൽ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. സോ അതൊരു 1-2 മാസത്തിന് യൂസ്ഫുൾ ആയെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾക്കിന്ന് പല രീതിയിലുള്ള സ്റ്റൈലുകളുണ്ട്, താങ്കളുടെ ഹെയർ സ്റ്റൈല്, ടാറ്റു ഉപയോഗിക്കുന്നതിൽ, ഡ്രസ്സിങ്ങിൽ. പക്ഷെ ഞാൻ അറിഞ്ഞത് സ്റ്റൈലായ ഇത്രയും വലിയ പ്ലെയറായ വിരാട് കോഹ്ലിയുടെ പാൻറ് ഒരു പ്രാവശ്യം ബംഗ്ലാദേശ് വെച്ച് ഊരിപ്പോയത്. അറിഞ്ഞൂന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതൊരു എംബാരസിംഗ് ആയ ഇൻസിഡൻ്റ് ആയിരുന്നു. അത് എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന മിസ്റ്റർ യുവരാജ് സിംഗ്
അദ്ദേഹം നല്ലോണം ചിരിച്ചു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, അത് യൂട്യൂബിലുണ്ടാവും. താങ്കൾ ധാരാളം ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിലും കളിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ഏത് ബോളറിന്റെ ബോൾ താങ്കൾ ഫേസ് ചെയ്യുമ്പോഴാണ് താങ്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നത്? സർ, എനിക്ക് മരങ്കി ഒരു കഷുള്ള ബൗളറായിരുന്നു സർ. സോ ഓസ്ട്രേലിയയിൽ ആ മാച്ച് നടന്നു. ഒരു ഓവർ കളിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. പിന്നെ നിറവേറാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? അതായത് ഏതെങ്കിലും ബോളറിന്റെ അടുത്ത് കളിക്കാൻ പറ്റിയില്ലെന്ന്? സാർ, എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻറ്റൻഷനൊന്നും ഇല്ല. അതേ ഇടുന്ന ബോൾ കീമ ചെയ്തേക്കാന്ന്. ഇല്ല, മാച്ച് കളിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻറ്റൻഷനൊന്നും ഉണ്ടാവാറില്ല. ഒരു പക്ഷേ ഒരു ബൗളറിൻ്റെ ബൗളിങ്ങിൽ കുറേ റൺ എടുക്കാൻ പറ്റും തോന്നിയാൽ, എറിയുന്ന ബോൾ നല്ലോണം അടിക്കാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ അതൊരു കോൺടെസ്റ്റ് ആയിരിക്കും സാർ. അതേപോലെ ആ ബൗളറിനെ ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നാറില്ല. ഞങ്ങളുടെ ടാർഗറ്റ് എപ്പോഴും ഞങ്ങളുടെ പ്രോസസ്സിലും ഞങ്ങളുടെ ഗോളിലുമായിരിക്കും.